സോന എൽദോ എന്ന പെൺകുട്ടി റമീസ് എന്ന പുരുഷരൂപിയെ പ്രണയിച്ചു. റമീസ് എന്ന പുരുഷരൂപി ഒരു ആൺകുട്ടിയാണെന്നാണ് സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടി വിചാരിച്ചത്. പെൺകുട്ടികൾ ആൺകുട്ടികളെ പ്രണയിക്കുന്നതിൽ അസ്വാഭാവികത ഒട്ടും തന്നെയില്ല. തിരിച്ച് സംഭവിക്കുന്നതും സ്വാഭാവികമായിട്ടുള്ള സംഗതി മാത്രമാണ്. എന്തായാലും സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ പരിശുദ്ധ പ്രണയം അത് റമീസ് എന്ന പുരുഷരൂപിക്ക് സമർപ്പിച്ചു. പരിശുദ്ധ പ്രണയത്തിന്റെ പാർശ്വഫലമാണ് തീർച്ചയായിട്ടും ഈ വിവാഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ. പരിശുദ്ധ പ്രണയത്തിന്റെ പാർശ്വഫലമാണ് വിവാഹം. അതുകൊണ്ട് തന്നെ അവൾ റമീസിനൊപ്പം വിവാഹത്തിലേക്ക് വീഴാൻ തീരുമാനിച്ചു. എന്നാൽ സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടി വിചാരിച്ച പോലെ റമീസ് എന്ന പുരുഷരൂപി ഒരു ആൺകുട്ടിയായിരുന്നില്ല. മതപ്പാല് കുടിച്ചു വളർന്ന ഒരു മതസ്ഥൻ മാത്രമായിരുന്നു റമീസ് എന്ന പുരുഷരൂപി. ഒരു മതപുരുഷൻ ഒരിക്കലും ആണാവാൻ കഴിയില്ല. ആണെന്നല്ല, മതപുരുഷന് ഒരു കാരണവശാലും ഒരു മനുഷ്യൻ പോലുമാകാൻ സാധിക്കില്ല. മനുഷ്യനോ പുരുഷനോ ആകാൻ സാധിക്കില്ലാത്ത ഒരു മതസ്ഥന് സ്വന്തം പ്രണയം സമർപ്പിച്ചത് പിശകായല്ല, അബദ്ധമായല്ല, പാതകമായാണ് സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടി കണ്ടത്. വെറും പാതകമല്ല, പ്രണയപാതകം. 23 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും മനുഷ്യനെയും മതസ്ഥനെയും തിരിച്ചറിയാൻ സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ആ പെൺകുട്ടിയുടെ തെറ്റല്ല, ഈ സമൂഹത്തിന്റെ കുറ്റമാണ്, നമ്മുടെ തെറ്റാണ്. സോന എൽദോ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ല, അവൾ കൊല്ലപ്പെടുകയായിരുന്നു. അവളെ കൊന്നത് ഈ മതേതര കേരളമാണ്, ഈ ഹരിത മതേതര കേരളമാണ് അവളെ കൊന്നത്. നമ്മളാണ് കൊന്നത്, നമ്മൾ മതേതരരാണ് കൊന്നത്. ഒരു മതസ്ഥനെ വരിക്കുന്നതിലും ഭേദം മരണത്തെ വരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആ തിരിച്ചറിവിനെ പോങ്ങൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ആദരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന നല്ല പ്രണയശേഷിയുള്ള പെൺകുട്ടികളോട് പോങ്ങനൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കേരളീയ മതേതരരെ നിങ്ങൾ നല്ലോണം ഭയക്കണം, സൂക്ഷിക്കണം, വിശ്വസിക്കരുതവരെ. മതപ്പാല് കുടിച്ചു വളർന്നവരെയും മതത്തിനു വേണ്ടി ജീവിക്കുന്നവരെയും നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. നിങ്ങളുടെ പ്രണയം അത് പാതകമാകാതെ നിങ്ങൾ കാക്കണം. ഒരു മതപുരുഷനെ മഹാരോഗാണുവായി മനസ്സിലാക്കിക്കൊണ്ട് കരുതലെടുക്കണം. സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവിനോട് പോങ്ങനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം. നീ പ്രണയിച്ച റമീസ് എന്ന് പറയുന്ന മതരോഗാണുവിന് ഒരു തട്ടുകേടും ഇവിടെ പറ്റില്ല. അത്തരം മതരോഗാണുക്കൾക്ക് പുളച്ചു വാഴാൻ കഴിയുന്ന പരുവത്തിൽ സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കാൻ പ്രബുദ്ധ കേരളത്തിലെ മതേതര ബാധിതർക്ക് തീർച്ചയായിട്ടും സാധിച്ചിരിക്കുന്നു. റമീസിനെ പോലുള്ള മതപുരുഷന്മാർ മതിച്ചും മതം മാറ്റിയും ഈ നവഹരിത കേരളത്തിൽ യഥേഷ്ടം പുളയ്ക്കും. എന്റെ സഹോദരി, നീ മരിച്ചത് എത്രയോ നന്നായി. ഇല്ലെങ്കിൽ പ്രണയപാതകത്തിനുള്ള ശിക്ഷയായി മതക്കുപ്പായത്തിൽ ജീവപര്യന്തം നിനക്ക് നരകിച്ച് കഴിയേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് നേര്. വെറുമൊരു മതമങ്കയായി അങ്ങനെ അങ്ങോട്ട് കഴിയേണ്ടി വരും. വെറുമൊരു മതമങ്കയായി കഴിഞ്ഞാൽ മാത്രമല്ല, പെറ്റു അങ്ങനെ നിനക്ക് അങ്ങോട്ടേക്ക് ഒരു പേറ്റു യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ടിയും വരും. മതസ്ഥനെ വരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മരണത്തെ വരിക്കുന്നത്, അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ഇത് ഹരിത മതേതര കേരളമാണ്. നിങ്ങൾ വളരെ സൂക്ഷിച്ച് പ്രണയിക്കുക. പ്രണയപാതകികളായി നിങ്ങൾ ഒരിക്കലും മാറരുത്. എന്റെ പൊന്നു പെൺകുട്ടികളെ, നിങ്ങൾ ആരെ പ്രണയിച്ചാലും നിങ്ങളുടെ പ്രണയം പേറാൻ പോകുന്നവന് പിറപ്പെട്ട കാലത്തുണ്ടായിരുന്ന അവയവങ്ങൾ എല്ലാം തന്നെ അതേപോലെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങളൊരു പ്രണയബന്ധത്തിനെ വിവാഹത്തിലേക്ക് വീഴ്ത്താൻ പാടുള്ളൂ. സോന എൽദോയുടെ ആത്മാവിനോട് തീർച്ചയായിട്ടും വളരെ ആദരവ് പുലർത്തിക്കൊണ്ട് പോങ്ങൻ ഈ സംസാരം അവസാനിപ്പിക്കാം. അതിനു മുന്നേ അവളുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിനൊപ്പം പോങ്ങൻ വളരെ ആത്മാർത്ഥമായി പങ്കുചേരുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പോങ്ങൻ അറിയിച്ചു കൊള്ളുന്നു. സോന എൽദോ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.